പുതുപ്പള്ളി പള്ളി പൂർണ്ണമായും സൗരോർജ്ജ വൈദ്യുതി ഉപയോഗത്തിലേക്ക് ചുവടുമാറുകയാണ്. 125 കിലോവാട്ട് ശേഷിയുള്ള സോളാർ പ്ലാന്റാണ് പള്ളിയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ ആരാധനാലയങ്ങളിൽ നടപ്പാക്കിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ സോളാർ പ്രോജക്റ്റാണ് ഇത്. പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി സൗരോർജ്ജ പ്രഭയിലേക്ക് ചുവടുമാറി ഒരു പുതുചരിത്രം രചിക്കാൻ ഒരുങ്ങുകയാണ്. 125 കിലോവാട്ട് ശേഷിയുള്ള ഓൺ ഗ്രിഡ് സൗരോർജ്ജ പ്ലാന്റ് തയ്യാറായി കഴിഞ്ഞു. ഹരിത നോമ്പുകാലം എന്ന ആശയത്തിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കിയത്. പ്രകൃതിക്ക് സൗഹാർദ്ദപരമായി പുതിയ ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗിക്കത്തക്ക രീതിയിലാണ് ഏകദേശം 125 കിലോവാട്ടുള്ള ശരാശരി ഒരു 650 യൂണിറ്റെങ്കിലും ഉൽപ്പാദിപ്പിക്കത്തക്ക രീതിയിൽ സൗരോർജ്ജ പ്ലാന്റ് ക്രമീകരിച്ചിരിക്കുന്നത്. അത് ഇടവകയെ സംബന്ധിച്ച്, പുതുപ്പള്ളി വലിയ പള്ളിയെ സംബന്ധിച്ച് അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളിലെയും ഊർജ ചെലവ് നല്ലതുപോലെ കുറയ്ക്കും. ഏകദേശം ഒരു മാസം ഒരു 1,60,50,000 രൂപ എങ്കിലും വൈദ്യുതി ബില്ലിൽ കുറവ് വരും എന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. 222 ബൈഫേഷ്യൽ ഹാഫ് കട്ട് ടോപ്പ് കോൺ സോളാർ പാനലുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതുവഴി 650 യൂണിറ്റ് സൗരോർജ്ജ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. QRS മുഖാന്തരമാണ് പദ്ധതി നടപ്പാക്കിയത്. സൗരോർജ്ജ പ്ലാന്റിനെ കുറിച്ചുള്ള ചർച്ചയും കാര്യങ്ങളും ഉണ്ടാവുകയും അത് പൊതുയോഗം അത് അംഗീകരിക്കുകയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടെൻഡർ ഇൻവൈറ്റ് ചെയ്തു. 10 ടെൻഡറുകൾ ഉണ്ടായിരുന്നു. അതിൽ QRS കോട്ടയം അവർക്കാണ് നമ്മൾ ഇത് കൊടുത്തത്. പള്ളിവക ജോർജിയൻ പബ്ലിക് സ്കൂൾ, കുരിശടികൾ എന്നിവിടങ്ങളിലെയും വൈദ്യുതി ആവശ്യം പൂർണ്ണമായും സോളാർ പ്ലാന്റ് വഴി നിർവഹിക്കാനാകും. ആകെ 1.65 ലക്ഷം രൂപയുടെ വൈദ്യുതി ചാർജാണ് ഇതുവഴി ലാഭിക്കാനാവുക. അധികം വരുന്ന വൈദ്യുതി KSEBിക്ക് വിൽക്കാനും കഴിയും. ഈ മാസം 23-ന് സോളാർ പ്ലാന്റിന്റെ ഉദ്ഘാടനം നടക്കും. അമൃത ന്യൂസ്, കോട്ടയം.